മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വാത്സല്യവും ഞങ്ങളുടെ പ്രത്യേകമായ കരുതലിനൊക്കെ നല്ല ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് കർത്താവ് നമുക്കായി തരുന്ന വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാവരും കേൾക്കണം. നമുക്ക് വളരെയധികം ആശ്വാസം തരുന്ന, സ്വാന്തനം നൽകുന്ന ഒരു ചെറിയ വാക്യമാണ്. 145 സങ്കീർത്തനം 14 വാക്യം. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവിന് തകർന്നു പോകുന്നവരോടും വീഴുന്നവരെയും അഗതികളെയും പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു കർത്താവാണ്. പാപം ചെയ്തവർ മറന്നിട്ടും വർഷമേറെയായിട്ടും മാനസാന്തരപ്പെട്ടിട്ടും ഇപ്പോഴും അത് ഓർത്ത് വെച്ച് ചർച്ചയാക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെ ചർച്ചയാക്കുന്ന ആ മനുഷ്യരെ കർത്താവ് താങ്ങുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഒരാളുടെ വീഴ്ച ചർച്ച ചെയ്ത് നിർത്തുന്നതിന് മുൻപ് നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് അനേകം പേർ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ നാവിൽ അനേകരുടെ ജീവനുണ്ട്, അനേകരുടെ സത്പേരുണ്ട്, അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്. മറക്കരുത്, നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെ, വീഴ്ചകളെ പറഞ്ഞ് രസിക്കുന്ന സ്വഭാവ വൈകല്യത്തെ ഈ 50 നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് വേരോടെ പിഴുതുമാറ്റാം. ഓർക്കണേ, നന്മ പറയാനും നന്മ പ്രവർത്തിക്കാനും വിലയേറിയ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നന്മ പ്രവർത്തിക്കേണ്ട സമയം, തിന്മ ഉപേക്ഷിക്കേണ്ട സമയം നാം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുകയാണ്. നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിൽ ഓർക്കണം. മറ്റുള്ളവരുടെ വീഴ്ചകളോട്, താഴ്ചകളോട് നമുക്കും കരുണ കാണിക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ നിന്റെ കണ്ണീര് തുടയ്ക്കുന്ന കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.